ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഒരു വടക്കൻ വീരകഥ വീണ്ടും തിയേറ്ററുകൾ കൂട്ടുന്നു, ഷോ കൗണ്ടുകൾ കൂട്ടുന്നു. കേരളത്തിലും GCCയിലും ഒരു വടക്കൻ വീരകഥയ്ക്ക് മൂന്നാം ദിനം തിയേറ്ററുകളുടെയും ഷോകളുടെയും എണ്ണം കൂട്ടുകയാണ്. ഒരു സിനിമ നല്ലതാണെങ്കിൽ തീർച്ചയായും ജനങ്ങൾ അത് കാണാനെത്തിയിരിക്കും. വർഷങ്ങളായിട്ട് തിയേറ്ററിൽ പോയി സിനിമ കാണാത്തവർ ഒരുപാട് പേർ കൊട്ടിഘോഷിച്ച് വലിയ പോസ്റ്റർ അടിച്ച് വലിയ ബാനറും കയറ്റി അല്ലെങ്കിൽ വലിയ രീതിയിൽ തിയേറ്ററിന് മുമ്പിൽ അഭിഷേകം ചെയ്തിട്ടും തിയേറ്ററിൽ കയറാത്ത ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ ഇന്ന് തിയേറ്ററിലേക്ക് കയറുകയാണ്. അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, വടക്കൻ വീരകഥ 35 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു. അന്ന് കൊച്ചു കുട്ടികളായിരുന്നവർ, ഒന്നെങ്കിൽ അന്ന് പ്രായമായിരുന്നവരാണെങ്കിലും അവർ അന്ന് സിനിമ കാണാൻ പറ്റാത്തവർ, അന്ന് സിനിമ കണ്ടിട്ട് വീണ്ടും കാണണമെന്ന് കൊതിയുള്ളവർ, അങ്ങനെ ഒരു നൊസ്റ്റാൾജിയ ഫീലിൽ തന്നെ ആ സിനിമ പോയി കാണുന്നു. ഇന്ന് പേരക്കുട്ടികളും അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുമൊക്കെ ആയിട്ട് പോയി സിനിമ കാണുമ്പോൾ അവർ വീണ്ടും പറയുന്നു, ഇതേപോലെ ഒരു സിനിമ ഇന്നും കണ്ടിട്ടില്ല. ഞാൻ കണ്ട ബാഹുബലിയേക്കാൾ എത്രയോ മികച്ച സിനിമയാണ്. മലയാളത്തിൽ എന്തേ ഒരു ബാഹുബലി ഇല്ല എന്ന് ചോദിച്ചാൽ അത് 35 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ അവതരിച്ചിരുന്നു എന്നുള്ളതാണ്. വേണമെങ്കിൽ പറയാം ബാഹുബലിയെ തെലുങ്കിൻ്റെ വീരഗാഥ എന്ന്. ആ റേഞ്ചിലേക്കാണ് ഇന്ന് ജനങ്ങൾ പറയുന്നത്. എന്താണേലും അംഗമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരാരുമില്ല. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുതന്നെയാണ്. തിയേറ്ററിൽ അമ്മാതിരി തിരക്ക് തന്നെയാണ്. ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ തിരക്ക് രണ്ടാം ദിവസവും, രണ്ടാം ദിവസത്തേക്കാൾ കൂടുതൽ തിരക്ക് മൂന്നാം ദിവസത്തിലേക്കും എത്തുന്നു. ഇന്ന് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഓറഞ്ച് അലർട്ട് തന്നെയാണ്. അത് തിരുവനന്തപുരം എടുത്താലും കൊച്ചി എടുത്താലും തൃശ്ശൂർ എടുത്താലും എല്ലാ സ്ഥലത്തും പല ജനങ്ങൾക്കുമുള്ള ഒരു പരാതിയുണ്ട്. അവരുടെ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ വടക്കൻ വീരഗാഥ എത്തിയിട്ടില്ല എന്നുള്ളത്. ആ കുറവുകൾ പരിഹരിച്ചുകൊണ്ട് വീണ്ടും തിയേറ്ററുകൾ എണ്ണം കൂട്ടുകയാണ്. എന്താണേലും ഇത് ഒരു നല്ല സംഭവം തന്നെയെന്ന് പറയാം. സമീപകാലത്തൊന്നും അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ റീ റിലീസിന് ഈ വർഷം ഇറങ്ങിയ ഒറ്റ ചിത്രത്തിനും ഒന്നും തന്നെ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് പ്രതീക്ഷകൾക്ക് വിപരീതമായിരുന്നു. അതുമാത്രമല്ല, ഈ ഒരു സിനിമയായിരുന്നു എല്ലാവരും സ്വപ്നം കണ്ടത്. റീ റിലീസായി മമ്മൂട്ടിയുടെ വരുമായിരുന്നെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് പല കാര്യങ്ങളുണ്ടാകാം. അവർക്ക് കീശ പിറപ്പിക്കാനും അല്ലെങ്കിൽ അത് വലുതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യാം. അതിനകത്തിൽ ഉള്ളതായിരുന്നു അതെല്ലാമെങ്കിൽ. വടക്കൻ വീരഗാഥ വരുന്നത് ട്രിബ്യൂട്ട് ടു ഓൾ സ്റ്റാർസാണ്. ഇതിനകത്തിൽ മൺമറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഒരു മമ്മൂട്ടി സിനിമയ്ക്കുപരി ഒരു മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ചിത്രം, ഏറ്റവും മികച്ച സിനിമ എന്ന് തന്നെ പറയാം. ആ കാലത്തും ഇക്കാലത്തും ഈ സിനിമയെ വെല്ലുവിളിക്കാൻ ഒരു ജോണറിലും ഒരു സിനിമ ഇല്ല എന്ന് തന്നെ. അതിപ്പോൾ ക്ലാസ് ആണെങ്കിലും മാസ് ആണെങ്കിലും കോമഡി ആണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും വടക്കൻ വീരഗാഥ കഴിഞ്ഞിട്ടേ മലയാള സിനിമയുള്ളൂ എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ വിധി എഴുതുന്നതും. അങ്ങനെ തന്നെയാണ് കാര്യവും. എന്താണേലും ഇന്ന് തിയേറ്ററുകൾ കൂടുന്നു. ഇന്നത്തെ കളക്ഷനും മികച്ച രീതിയിലേക്ക് തന്നെ എത്തുന്നു. കളക്ഷന് വേണ്ടി ഇറക്കിയ പടമല്ല എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും അതിന് അർഹമായ അംഗീകാരം കിട്ടുന്നു. വളരെ കുറച്ച് തിയേറ്ററുകളിൽ, ഏകദേശം 90ന് മുകളിലുള്ള തിയേറ്ററുകളിൽ മാത്രം ഇറക്കിയ സിനിമ 170ഓളം ഷോകൾ മാത്രമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അതിൻ്റെ മുകളിലേക്ക് കൂടുന്നു. GCC രാജ്യങ്ങളിൽ തിയേറ്ററും അതേപോലെ ഷോകളും കൂടുമ്പോൾ അതൊരു വലിയ സന്തോഷവും നമുക്ക് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കൗതുകം ഉളവാക്കുന്ന കാര്യവും കൂടി തന്നെയാണ്. എന്താണേലും വടക്കൻ വീരഗാഥ മലയാളത്തിൻ്റെ വീരഗാഥയായി അന്യദേശങ്ങളിലും പാറിപ്പറക്കുകയാണ്. തമിഴിലും തെലുങ്കിലും ഒപ്പം ബാംഗ്ലൂരിലുമെല്ലാം അമ്മാതിരി ഒരു വികാരമായി തന്നെ ഈ ഒരു സിനിമ മാറുന്നു. ഒരുപാട് വർഷങ്ങളായി അവിടെ താമസിക്കുന്നവർക്ക് അവർക്ക് നല്ല ഒരു സിനിമ കാണണമെന്ന് തോന്നുമ്പോൾ, ഇന്ന് വളരെ വിരളമായി അവർക്ക് തോന്നുമ്പോൾ തെറ്റൊന്നും പറയാനില്ല. വടക്കൻ വീരഗാഥ കണ്ടാൽ ആർക്കും അങ്ങനെ തന്നെ തോന്നുകയുള്ളൂ. അതുതന്നെയാണ് പറയുന്നത്. വർഷങ്ങളായി എത്രത്തോളം കെട്ടിച്ചമച്ച്, എത്രത്തോളം വാനോളം പുകഴ്ത്തി TV-യിലൂടെ 100ഉം 200ഉം കോടിയും എന്ന് പറയും, ആക്ഷൻ്റെ തരംഗങ്ങളും കോമഡി തരംഗങ്ങളും അതേപോലെ തന്നെ സ്ലാങ്ങിൻ്റെ തരംഗങ്ങളും എന്നൊക്കെ പറഞ്ഞു വരുന്ന സിനിമകളേക്കാൾ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്നത് വടക്കൻ വീരഗാഥയാണ്. അതുതന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ അല്ലെങ്കിൽ വർഷങ്ങളായി തിയേറ്ററിൽ പോകാത്ത ജനങ്ങൾ ഇന്ന് തിയേറ്ററുകളിലേക്ക് കാണുന്നത്. ഒരു കാര്യം പറയാം, ഫാൻസ് അറിഞ്ഞിറങ്ങിയാൽ ഇതിൻ്റെ ഡബിളിലേക്ക് എത്തും. പക്ഷേ ഇന്നും ഫാൻസ് ഇരുട്ട് മൂടിയ ചിന്തയുമായി അല്ലെങ്കിൽ ഇരുട്ടിൽ തന്നെ അവർ തപ്പുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഒരുപക്ഷെ ഇന്ന് കുറച്ച് പേരെങ്കിലും പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഡബിളായിരിക്കാം. ഇന്ന് പ്രതീക്ഷിക്കുന്നത് വലിയ ഒരു കളക്ഷൻ തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് മാത്രം 30-40 ലക്ഷം രൂപ ഇന്ന് വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാരണം അത്രത്തോളം തിരക്കാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. കാത്തിരിക്കാം. നിങ്ങൾ ആരൊക്കെയാണ് വടക്കൻ വീരഗാഥ കാണാൻ പോകാൻ ഇനിയുമുള്ളത് ഒന്ന് കമൻസിലൂടെ പറയാം. കണ്ടവരാണെങ്കിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ അനുഭവങ്ങൾ വിശദീകരിച്ച് നിങ്ങൾക്ക് എഴുതാം എന്നുള്ളത് തന്നെ പറയുന്നു. കമൻസിലൂടെ ആ ഒരു സമ്പർക്കം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ തീർച്ചയായും കൂടെ ഉണ്ടാവണം. സപ്പോർട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഗ്രേറ്റ് മീഡിയാസ്.